ഈ പറഞ്ഞോളൂ തന്നെ ഓരോ വണ്ടിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ക്ലച്ചിൻ്റെ സെറ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ക്ലച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ക്ലച്ച് ഏറ്റവും മുകളിലാണ് പിടിക്കുന്നത്. ഏറ്റവും മുകളിലാണ്. ഇപ്പം ഇങ്ങോട്ടൊക്കെയാണുള്ളതാണ് സെക്ഷൻ ഗിയറുകൾ. ഇതുണ്ട്. ഇത് ഇങ്ങനെ തള്ളിയാൽ മാത്രമേ നമുക്കിങ്ങനെ തള്ളുമ്പോൾ അറിയും. ഇത് നോർമലായിട്ട് വീഴുന്ന തേർഡ് ഫോർത്ത് ഇങ്ങനെ നേരെ ചുമ്മാ ഈ ഗിയർ ഇങ്ങനെ ലിവർ കിടക്കുമ്പോൾ ചുമ്മാ തട്ടിക്കഴിഞ്ഞാൽ ഗിയർന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുണ്ട് ഇത്രയും ഗിയറുകൾ 1 മുതൽ 8 വരെയുള്ള ഫോർവേഡ് ഗിയറുകളാണ്. അതിനകത്ത് നമുക്ക് കാലി വണ്ടിയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് തേർഡിലേക്കാണെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ചില വിധ. ഹലോ ഗൈസ്, പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ വലിയ വാഹനങ്ങളൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം നമുക്കിപ്പം ആദ്യമായിട്ടൊരു കമ്പനിയിലൊരു ജോലി കിട്ടുകയാണ് വണ്ടി ലോറി ഡ്രൈവറായിട്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കുന്ന വാട്സപ്പ് വഴിയൊക്കെ നമ്മുടെ നമ്പർ തപ്പിയെടുത്തിട്ട് വിളിച്ച് ചോദിക്കുന്ന സംശയമാണ്. ചേട്ടാ, പുതുതായിട്ടൊരു കമ്പനിയിലേക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി കയറുവാണ്. ട്രക്കാണ്, അല്ല ഭാരതബൻസാണ്, ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ ആ കമ്പനി ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ സുഹൃത്ത് ജെയിംസാണ്. ജെയിംസ് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളൊരു പാർട്ടിയാണ്. ജെയിംസിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാനാണ് നമ്മൾ വണ്ടി ഫീൽഡിലേക്ക് പുതുതായിട്ട് വരുമ്പോഴത്തേക്കും? നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ വണ്ടി ഓടിക്കാൻ കയറുമ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു വണ്ടിയുടെ ഒരു വലിപ്പം അത് നമ്മുടെ മനസ്സിൽ വേണം. അത് ഏത് വണ്ടി ഓടിക്കാൻ പോയാലും. എന്നാലേ ആ റോഡുമായിട്ട് നമുക്ക് വണ്ടി ആ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു മനസ്സിൽ നിൽക്കുകയുള്ളൂ. അത് 12 വീലാണെങ്കിലും 16 വീലാണെങ്കിലും 10 വീലാണെങ്കിലും മസ്തയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ആ ഒരു വണ്ടിയുടെ വലിപ്പം കിട്ടിയാൽ മാത്രമേ. വണ്ടിയുടെ വലിപ്പം വേണം അല്ലേ? ആ വണ്ടിയുടെ വലിപ്പം നമുക്കൊരു മനസ്സിൽ കിട്ടണം. പിന്നെ അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോൾ വണ്ടി ഓടിച്ചാലും നമ്മുടെ മീറ്റർ കൺസോൾ നോക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. ഓരോ ലൈറ്റുകളോ വാണിംഗ് ലൈറ്റുകളോ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഏത് ലൈറ്റ് എപ്പോഴാണ് കത്തുന്നത്, ഇപ്പോഴത്തെ കൂടുതൽ സെൻസർ വണ്ടി ആയതുകൊണ്ട് ഏത് ലൈറ്റ് എപ്പോഴാണ് കത്തുന്നത് പറയാൻ പറ്റില്ല. അത് നമുക്കൊരു അറിവുണ്ടായിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് കത്തിക്കിടന്നാൽ അത് എന്താണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷോറൂമിൽ വിളിച്ച് ചോദിച്ചാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്? ആ ലൈറ്റ് കത്തിയിട്ട് പിന്നെ വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ 8-ന്റെ പണി കിട്ടും. ചിലപ്പോൾ അത് 8-ന്റെ പണി കിട്ടും, ചിലപ്പോൾ വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഓരോ ലൈറ്റുകളും കാര്യങ്ങളും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ ടൈമിന്റെ ഈ സംഭവത്തെ പറ്റി എന്താണ് ജെയിംസിന്റെ അഭിപ്രായം? സ്കൂൾ ടൈം ഒരു കണക്കിന് നല്ലതാണ്. സ്കൂൾ ടൈം വെക്കുമ്പോൾ എല്ലാ വണ്ടിക്കാർക്കും വെക്കണം. മാത്രമായി കൊടുത്തിട്ട് കാര്യമില്ല, വലിയ വണ്ടികൾക്ക് എല്ലാം കൊടുക്കണം. ചില ടൗണുകളിൽ നമുക്ക് വലിയ വണ്ടി കയറാൻ അനുവാദമില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്. സ്കൂൾ ടൈം അല്ല, ശരിക്കും അത് പീക്ക് ടൈമാണ്. തിരക്കുള്ള ടൈമിൽ കൊടുക്കുന്ന ഒരു ഇത് അല്ല. ഈ സ്കൂൾ ടൈം കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ചവിട്ടി പിടിക്കുന്ന ഒരു പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന പിള്ളേർ അവർക്ക് അറിയത്തില്ല, അതിന്റെ ഫീല് അറിയത്തില്ല. എപ്പോഴും ഒരു സ്കൂൾ ടൈം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉള്ള സമയം നോക്കി നമ്മളൊരു 5 മിനിറ്റ് നമുക്ക് തണുപ്പ് നോക്കി ഒതുക്കിയിടുക, റെസ്റ്റ് എടുക്കുക, പോവുക. ഈ വാഹന ജീവിതം ഏത് പ്രായത്തിലാണ് ആരംഭിക്കുന്നത്? ഞാൻ 22ാമത്തെ വയസ്സ്. 22ാമത്തെ വയസ്സിൽ ഡ്രൈവറായ മനുഷ്യനാട്ടോ. ആദ്യം ഏത് വണ്ടിയാണ് ഓടിച്ചത്? ആദ്യം നാഷണൽ മർബറ്റായിരുന്നു. അതെയോ? വലിയ വണ്ടിയെ തന്നെ ആദ്യം തുടക്കം? വലിയ വണ്ടിയിലായിരുന്നു. നാഷണൽ മർബറ്റ ഓടി. പിന്നെ അവിടുന്ന് പതുക്കെ നാട്ടിൽ വന്ന് ടിപ്പറയിലോട്ട് മാറുമായിരുന്നു. ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയിലായിരുന്നു ആദ്യം അല്ലേ? അതിന് പയ്യെ ടിപ്പറെ കയറി അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ശേഷം ടിപ്പറെ കയറി. ടിപ്പറെ കയറിയിട്ട് ഒരു 10 കൊല്ലത്തിന് ഉണ്ടായി. 10 കൊല്ലത്തിന് മുകളിൽ സർവീസ് ഉണ്ട് ടിപ്പർ ലോറി അല്ലേ? ഇതാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ വണ്ടിയാണോ അത്? ഇതിന് കമ്പനിയുടെ പേരെന്നാ? മേച്ചേരിത്താഴി അല്ലേ? അവരുടെ വണ്ടിയിലെ കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു അവതാരകരുടെ റോളിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ കേട്ടോ. വലിയ വർഷങ്ങളായിട്ട് അറിയാം, ഉള്ള വണ്ടിയും ഉള്ള ഓണറൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒരു അവതാരകന്റെ റോളിൽ മാത്രം നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതുതായിട്ടൊരാൾക്ക് ടിപ്പറെ ജോലി കിട്ടി. ആദ്യമായിട്ട് കയറുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒരാൾ കയറുമ്പോൾ ടിപ്പറെ കയറുമ്പോൾ പ്രത്യേകമായിട്ട് സ്കൂൾ ടൈം ശ്രദ്ധിക്കണം. അതില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ മുതലാളിമാരൊന്നും സമ്മതിച്ചെന്ന് വരികയല്ല. സ്കൂൾ ടൈമിൽ ഓടിയാൽ എപ്പോഴും മുതലാളിമാർ പറയുന്നത് സ്കൂൾ ടൈമിൽ ഓടിയാൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുന്നത്. നമ്മളൊരു 5 മിനിറ്റ് മുമ്പേ നിർത്തുക, 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തോണ്ട് പോവുക. അതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. എയർ മീറ്ററുകളൊക്കെ ഇത് 2 എയർ മീറ്റർ.
ആ രണ്ടും ഫ്രണ്ട് റിയർ അല്ലേ? ആ ഡീസലിൻ്റെ ടെമ്പറേച്ചർ RPM കിലോമീറ്റർ. പിന്നെ ഇവിടെ ലൈറ്റുകൾ ഇഷ്ടംപോലെ നൽകി, വാർണിംഗ് ലൈറ്റ്സുകൾ അല്ലേ? അതെപ്പോഴും നമ്മൾ എഞ്ചിൻ ബ്രേക്കിന്റെ ഇതാണ് എഞ്ചിൻ ബ്രേക്ക്. വേറെ എക്സ്ട്രാ സ്വിച്ച് ഉണ്ടോ? ഇല്ല. ഒറ്റ ലീവറിലാണ് എഞ്ചിൻ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇതാ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ ഗിയറുകളെ പറ്റി എന്ന് പറഞ്ഞാൽ സി ഗിയർ നമ്മൾ കാലുവണ്ടി ആണെങ്കിൽ ഏത് ഗിയറിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞേരെ. കാലുവണ്ടി നമുക്ക് സെക്കൻഡിലും തേർഡിലും ഒക്കെ എടുക്കാം. സെക്കൻഡിലും തേർഡിലും എടുക്കാം കേട്ടോ. കാർ നമ്മൾ ചെറിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ തേർഡിലാണ് എടുക്കുന്നത്. തേർഡ് ഗിയറിലേക്കാണ് കാലുവണ്ടി എടുക്കുന്നത് അല്ലേ? പിന്നെ നമുക്ക് ചെറിയൊരു കയറ്റവും മഴപ്പൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒരു സെക്കൻഡിൽ അങ്ങ് എടുത്ത് നമുക്ക് തേർഡിട്ട് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം. ഇതിന്റെ ഗിയർ കണ്ടോ? 1 2 3 4 5 6 7 8 അംഗൻവാടി പഠിക്കുന്ന കുട്ടി എണ്ണം പഠിക്കുന്ന പോലെ ഉണ്ട് ഗിയർ. പിന്നെ റിവേഴ്സ് സി ഗിയർ. അപ്പോൾ റിവേഴ്സ് വന്നിരിക്കുന്നത് നേരെ ഇടത്തോട്ട് പോയിട്ട് മുന്നോട്ടാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്. സി ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ ലോഡൊക്കെ വെച്ച് കയറ്റം കയറുമ്പോഴത്തേനും ഉള്ള ആ ഒരു സാഹചര്യത്തിൽ ഇട്ടാൽ പോരെ. കയറ്റം വലിയ അപ്പം ലോഡുമായിട്ട് കയറ്റം കയറുവാണ്. നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ ആണെങ്കിൽ ഒന്ന് സീറ്റ് പതുക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് ഒരു വിശ്വാസം വരുന്നില്ല, ഫസ്റ്റ് കയറിയല്ല എന്നുള്ളത് സീറ്റ് പതുക്കെ കൊടുക്കണം, പതുക്കെ കയറി പൊക്കോളും. പിന്നെ വണ്ടിയായിട്ട് പിടിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വണ്ടിക്ക് നല്ലതാണ്. ഇപ്പൊ ആദ്യമായിട്ട് ഒരാള് ഈ വണ്ടിയെ ജോലിക്ക് കയറിയിട്ട് അവന് ഒരു വീതി കുറവുള്ളൊരു വഴി കൂടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ ഇത് കൂട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. മാക്സിമം ഇടയുള്ള എവിടെയെങ്കിലും റോഡിൽ നിന്ന് ഇറങ്ങാതെ ഒതുക്കി കൊടുക്കുക. ലോഡും വണ്ടി കാലിവണ്ടി ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ലോഡും വണ്ടി കട്ടിങ്ങ ഇറങ്ങാതെ ഒതുക്കി കൊടുക്കുക. കട്ടിങ്ങ ഇറങ്ങി എവിടെയെങ്കിലും താഴുവോ ഇടിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിന്റെ പറയാൻ നടക്കേണ്ടി വരും. സൈഡ് കൊടുത്തവൻ ആ വഴി പോകത്തേ ഉള്ളൂ. അതാണ് ശരിയാട്ടോ. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈഡ് നമ്മൾ സൈഡ് കൊടുത്തു, നമ്മൾ കുഴി പോയെന്നൊന്നും അവൻ നോക്കത്തില്ല. അവർ ആ വഴി ഓണടിച്ച് കാണിച്ചിട്ട് അവര് പോകത്തു. പിന്നെ നമ്മൾ ഇത് ക്രൈം കെട്ട് വലിക്കണം, നമ്മൾ പോകേണ്ടി. അപ്പൊ ഗുഡ്സ് വണ്ടിക്കാണ് പ്രത്യേകം ഇതുള്ളത് അല്ലേ? കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഗുഡ്സ് വണ്ടിക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോൾ നമ്മൾ കയറ്റം കയറി ലോഡുമായിട്ട് കയറി പോകുമ്പോഴത്തേനും യാദൃശ്യമായിട്ട് എതിരെ ഒരു വണ്ടി വന്നു, ഒന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നു. നമ്മുടെ വണ്ടി ലോഡാണ്, ചേട്ടൻ്റെ വണ്ടി ലോഡാണ്. ചേട്ടൻ ഒന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നു, എതിരെ ഒരു വണ്ടി വന്നു. പിന്നെ എങ്ങനെയാണ് എടുത്ത് പോകുന്നത്? കൂടുതൽ വേറെ ഹെൽപ്പർ ഒന്നും ഇല്ല എന്ന് കൂട്ടുക. സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാല് പ്രൈമ അതുപോലെ ടാറ്റയുടെ വണ്ടികൾക്കെല്ലാം ഒരു സ്വിച്ച് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് വണ്ടി അവിടെ നിൽക്കും. അത് നമുക്ക് ഫസ്റ്റ് ഇട്ടോ സി ഇട്ടോ ഫ്രണ്ടിലോട്ട് പോകാം. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് പതുക്കെ സി ഇട്ട് പതുക്കെ വണ്ടി എടുത്തോണ്ട് പോകാന്നേ ഉള്ളൂ. അത് പെട്ടെന്ന് ഹാഫ് ക്ലച്ച് വണ്ടി എടുക്കാൻ പ്രയാസമുള്ളവര് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക, പയ്യെ എടുത്തോണ്ട് പോവുക. സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണല്ലേ? അതെ, പെട്ടെന്ന് നമുക്കൊരു ഹാഫ് ക്ലച്ച് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു കിട്ടത്തില്ല. എടുക്കണമെങ്കിൽ അത്ര ഒരു എക്സ്പെർട്ട് വേണം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മളെ ഈ ചെറിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ട് എയർ ബ്രേക്ക് വണ്ടിയിലേക്ക് പെട്ടെന്ന് കയറുമ്പോഴേ പെട്ടെന്ന് ചവിട്ടുമ്പോൾ തന്നെ എയർ ബ്രേക്ക് നോക്കി ചവിട്ടേണ്ട ഒരു പ്രശ്നം ഉണ്ടോ? ഉണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നതാണ് ഫ്ലൂയിഡ് ബ്രേക്ക് ചവിട്ടുന്ന പോലെ എയർ ബ്രേക്ക് ചവിട്ടേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ കാലം വെച്ചാൽ മതി. പെട്ടെന്ന് ചവിട്ടാൻ വണ്ടി പെട്ടെന്ന് കുത്തി നിൽക്കും എയർ ബ്രേക്ക് അല്ലേ? അപ്പം എയർ ബ്രേക്ക് ഇപ്പൊ ആദ്യമായിട്ട് ചവിട്ടുന്നവർക്ക് പുറകെ വണ്ടികളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കുക അല്ലേ? എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം അശോക് ലൈലാൻഡ് ക്യാപ്റ്റൻ 2518 ആ മോഡൽ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത് ചെറിയൊരു ഡെമോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് ഈ വാഹന ഫീൽഡിലേക്ക് വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്നത് ഇങ്ങനെ കുറേ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ കാണും. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇതൊക്കെ നമ്മുടെ സാധാരണ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പോലുള്ള സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളാണ്, ആക്സിലേറ്റർ സെറ്റ് ചെയ്തത്. അതൊന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാൻഡ് ബ്രേക്ക് എല്ലാ വണ്ടിയുടെയും ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം. ചിലതിന് ഇവിടെ ആയിരിക്കും, ചിലതിന് ഈ സൈഡിലായിരിക്കും, ചിലതിന് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എവിടെയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം വണ്ടിയിൽ എയർ ഉണ്ടോ എന്നുള്ളത്, എയർ ടാങ്കിൽ എയർ ഫില്ലുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് നോക്കുക. ഉണ്ടോ ഈ ടാങ്കിൽ എയർ ഫില്ലുണ്ടോ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഓരോ വണ്ടിയുടെയും ക്ലച്ചിന് പല രീതിയിലായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ചിലതിന് ക്ലച്ച് ഏറ്റവും മുകളിലായിരിക്കും, ചിലതിന് ക്ലച്ച് താഴെയായിരിക്കും, ചിലതിന് സെൻറ്റർ ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയുടെ പുറകിലൊക്കെ ചേർത്ത് നിർത്തിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പം പുറകോട്ട് ഉരുണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്വിച്ചുകൾ ഇതൊക്കെ അതൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ വഴി നിങ്ങൾ പഠിച്ചോളും. ഇങ്ങനെ ഉണ്ടാവും, ഹൗസിങ്ങിൻ്റെ സ്വിച്ചാണിത്.
ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഒക്കെയാണ്. അതൊന്നും ഇപ്പം നോക്കണ്ട. ഗിയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഇത്രയും ഗിയറുള്ള 1 മുതൽ 8 വരെയുള്ള ഫോർവേഡ് ഗിയറുകളാണ്. അതിനകത്ത് നമുക്ക് കാലി വണ്ടിയാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് തേർഡിലേക്കാണെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ചില വിദഗ്ധന്മാർ ഡ്രൈവർമാർ 4th ഗിയറിലൊക്കെ കാലി വണ്ടി എടുത്തുകൊണ്ട് പോകും. പക്ഷേ നിങ്ങളതൊന്നും നോക്കണം. നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ എടുത്താൽ മതി. ആദ്യമായിട്ട് ഓടിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ എടുക്കുക. സെക്കൻഡ് ഗിയറിൽ എടുത്തിട്ട് പയ്യെ ക്ലച്ചിൽ നിന്ന് കാല് പൊക്കുക. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മുകളിലായിരിക്കും അതിൻ്റെ ഗിയർ വരുന്നത്, ചിലപ്പം ക്ലച്ചിൻ്റെ അത് വരുന്നത് മുകളിലായിരിക്കും, ചിലപ്പം പകുതിക്കായിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക, അത് ആദ്യം മനസ്സിലാക്കുക. സെക്കൻഡ് വണ്ടി എടുക്കുക. സെക്കൻഡിൽ തന്നെ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റിലേക്ക് വണ്ടി ഇടുമ്പോഴത്തേനും ശ്രദ്ധിക്കുക. ഫസ്റ്റിലേക്ക് വണ്ടി ഇടുമ്പോഴത്തേനും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഗിയറിൽ തന്നെയാണോ അല്ലെങ്കിൽ റിവേഴ്സിലോട്ടാണോ പോകുന്നുള്ളത് നോക്കുക. റിവേഴ്സിൽ വീഴണമെങ്കിൽ ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ റിവേഴ്സിൽ വീഴത്തുള്ളൂ. അല്ലാതെ നോർമലായിട്ട് നമ്മൾ ഇത്ര ചെറിയൊരു ബലം കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫസ്റ്റിലേക്കായിരിക്കും വീഴുന്നത്. റിവേഴ്സ് വീഴണമെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇടത്തോട്ട് പിടിച്ച് ക്ലച്ച് ഓട്ടിയിട്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് തള്ളിയാൽ മാത്രമേ റിവേഴ്സ് വീഴത്തുള്ളൂ. അപ്പം ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ റിവേഴ്സ് വീഴും. അങ്ങനെയൊന്നും വീഴത്തില്ല, നിങ്ങളത് പേടിക്കേണ്ട. അപ്പോൾ സി ഗിയറും ആ ഒരു പോർഷൻ തന്നെയാണ് വരുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ ഗിയറിൻ്റെ നോബിൽ നമുക്ക് ഈ ആരോമാർക്ക് ഈ ഒരു ഡയഗ്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങോട്ടൊക്കെയാണുള്ളതാണ് സെക്ഷൻ ഗിയറുകൾ. ഇത് ഇങ്ങനെ തള്ളിയാൽ മാത്രമേ നമുക്കിങ്ങനെ തള്ളുമ്പോൾ അറിയും. ഇത് നോർമലായിട്ട് വീഴുന്ന 3rd 4th ഇങ്ങനെ നേരെ ചുമ്മാ ഈ ഗിയർ ഇങ്ങനെ ലിവർ കിടക്കുമ്പോൾ ചുമ്മാ തട്ടിക്കഴിഞ്ഞാൽ 3rd ഗിയറിലേക്കാണ് വീഴുന്നത്. നേരെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ 4th ഗിയറിലാണ് വീഴുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള ആ സ്പീഡ് ഗിയറിലൊക്കെ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇട്ടാൽ മാത്രമേ ഗിയറുകൾ വീഴത്തുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യമായിട്ട് ഓടിക്കുന്നവർ. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുമ്പം ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇടുക. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. സെക്കൻഡ് ഗിയറിലിട്ടു. സെക്കൻഡ് ഗിയറിലിട്ടു. ക്ലച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ വണ്ടിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ക്ലച്ചിൻ്റെ സെറ്റിങ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ക്ലച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ക്ലച്ച് ഏറ്റവും മുകളിലാണ് പിടിക്കുന്നത്. ഏറ്റവും മുകളിലാണ് ഇതിൻ്റെ. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് ഒരു പ്രയാസം വരും. പുറകിൽ അതുപോലെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മതി. പിന്നെ ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴത്തേനും ഒരു കമ്പനിയിലൊക്കെ ആദ്യമായിട്ട് ചെന്ന് ഓടിക്കുമ്പോൾ ടയറിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ടയറിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മളൊരു കല്ല് കൊണ്ട് ഒന്ന് കൊട്ടി നോക്കണം. ടയർ വല്ലതും പഞ്ചറുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പഞ്ചറുള്ള വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് മാർക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ടയറിന് പഞ്ചറുണ്ടോ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചോണം. കാറ്റ് കുറവുണ്ടോ എന്നുള്ളതൊക്കെ ലോഡൊക്കെ എടുക്കാൻ പോകുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ കാറ്റ് കുറവുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എയറിൻ്റെ പ്രഷർ പഴയ വണ്ടികളൊക്കെയാണ് നിങ്ങൾ ഓടിക്കാൻ പോകുന്നതെങ്കിൽ പഴയ വണ്ടികളൊക്കെയാണ് ഓടിക്കാൻ പോകുന്നതെങ്കിൽ ടയറിന് പ്രഷർ കുറവായിരിക്കും. എയർ ലീക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ടികൾ കാണും. പുതിയ മുകളിൽ വണ്ടിയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് റോഡിലൊന്നും അല്ല നമ്മൾ ഓടിക്കുന്നത്. നമ്മളിവിടെ ഈ ഗ്രൗണ്ടിലിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ ചെറുതായിട്ടൊരു ഡെമോ പോലെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് മിററൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് നല്ല വിശാലമായിട്ട് സൈഡെല്ലാം നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചെറിയ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ആദ്യമായിട്ട് ഈ വണ്ടി കാണുമ്പോൾ വണ്ടി കയറുമ്പോൾ എപ്പോഴും മിറർ നോക്കി വണ്ടി. അതെ മിറർ സൈഡ് മിറർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ലോഡ് പിടിക്കണോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഈ സൈഡ് മിററുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. വണ്ടി ഒരിടത്തും കൊണ്ട് ആവശ്യമില്ലാതെ ചേർത്ത് നിർത്തുകയും ചെയ്യരുത്. റിവേഴ്സ് ഗിയർ വീണെങ്കിൽ ഇതുണ്ട്. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ റിവേഴ്സ് ഗിയർ വീഴത്തുള്ളൂ. അല്ല ഫസ്റ്റ് ഗിയർ എന്നെ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ഇടുമ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് വണ്ടി പോവോ എന്നുള്ളത്. അങ്ങനെ പോകത്തില്ല, പേടിക്കില്ല. ഒരു വണ്ടി അങ്ങനെയുള്ള ഒരു ഗിയർ സിസ്റ്റം അല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വണ്ടി ഓടിച്ചാലും ആദ്യം കൈ കിട്ടുന്ന എടുത്ത് അലക്കരുത്. പല വണ്ടിക്കും പല സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ വണ്ടി കയ്യിലൊതുങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പറപ്പിക്കാൻ നോക്കാവുള്ളൂ. അതായത് കിട്ടുന്ന എടുത്ത് പറപ്പിച്ചേക്കില്ല. പലരും കൊടുത്തിരിക്കുന്നവർക്ക് പലരും പറയും വണ്ടി വിട് കാല് കൊടുത്തു നമുക്ക് പറയും. പക്ഷെ അതൊന്നും കേട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് നമ്മൾ പോകത്തേ ഉള്ളൂ. വണ്ടിയെ നമ്മൾ സ്നേഹിക്കണം. വണ്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം വണ്ടി ഒരിക്കലും ചതിക്കത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെറുവണ്ടി ഓടിക്കുന്നേക്കാളും കൂടുതൽ കറക്റ്റ് വളരെ വ്യക്തതയോടെ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ കാണാൻ പറ്റും. വളരെ എളുപ്പമാണ്. പിന്നെ ശ്രദ്ധ, ഇത്രയും വലിയൊരു സാധനമാണ്. ശ്രദ്ധ നമ്മൾ അതുപോലെ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, അങ്ങനെയൊക്കെ വേണ്ട.
സ്റ്റെപ്പേ കയറി നിൽക്കണം. അപ്പോൾ എവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്താലും പാർക്ക് ബ്രേക്ക് അഥവാ ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഇത് ക്യാമറ ഓഫ് ആയല്ലോ. അത് ആയിക്കോട്ടെ.